ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ് അലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീണ്ടും വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇടാത്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സാണ് കൊടുത്തത്. അപ്പോൾ പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഫ്ലവർ ആവാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് പ്ലാന്റ്സൊക്കെ ഇതുപോലെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, അത്യാവശ്യം ഫ്ലവറൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ അധികമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പ്ലാന്റ്സ് സെയിൽ ചെയ്തിരുന്നു. അത് നമ്മൾ എങ്ങനെയാണ് ഏത് രീതിയിലുള്ള പ്ലാന്റാണ് കൊടുത്തതെന്നൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച NPK കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചൊക്കെയാണല്ലോ കൊടുത്തിരുന്നത്. അപ്പോൾ NPK കൊടുക്കുമ്പോൾ പ്ലാന്റൊക്കെ പെട്ടെന്ന് നല്ലൊരു ഗ്രോത്ത് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഇലയൊക്കെ നല്ലൊരു ഒരു മിനുസം പോലെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. കാണുന്നില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് കൊടുക്കുമ്പോൾ ലീവ്സിനൊന്നും അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഇത് നല്ല പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് നല്ലത് പ്ലാന്റിന്. എന്നാലും അങ്ങനെ പറ്റാത്തവരൊക്കെ കാണുമല്ലോ. അപ്പോൾ NPK നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇത് നമ്മൾ പുതുതായിട്ട് വാങ്ങിയൊരു പ്ലാന്റാണ്, വൈറ്റ് റെഡ് ലിപ്പ്. ഞാൻ ഒത്തിരി പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ ഫ്ലവറും ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ചീച്ചിലൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ് ഈ വൈറ്റ് റെഡ് ലിപ്പ്. ഞാൻ നടുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല, ഒരു 3-4 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചിട്ടുള്ള ഓരോരോ വെറൈറ്റീസാണ് കേട്ടോ. ഇതിലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പൂക്കൾ വന്നതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മാസത്തോളം നല്ല ഫ്ലവറായിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലവർ പ്ലാന്റ് കുറച്ച് പോയത് കൊണ്ട് അത്രയ്ക്ക് ഫ്ലവർ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഫ്ലവറോട് കൂടിയ പ്ലാന്റാണ് നമ്മൾ കൊടുത്തത്. അതായത് ഒരു പോട്ട് എടുത്തിട്ട് അത് മൊത്തത്തിൽ പുഴുതെടുത്ത് അതിൽ നിന്നാണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത്. അതിന് ശേഷം ബാക്കി വരുന്ന പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് മാറ്റി നടാറുണ്ട്. എന്നാലും ഞാനിത് ഒരു മെച്ചൂർഡ് പ്ലാന്റ് ആകുമ്പോൾ നമുക്കായിട്ട് ഓരോ ചട്ടിയിൽ നിന്ന് ഓരോ തൈ നമ്മൾ മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കളക്ഷനിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നേരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് പോയതുകൊണ്ട് ഇപ്പോൾ നല്ല വിഷമമാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് ഫ്ലവറായി വരുമ്പോൾ നോക്കുന്നുണ്ട്, ഏതൊക്കെ ഫ്ലവർ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 വെറൈറ്റിയൊക്കെ കിട്ടാനായിട്ടുണ്ട്. അതൊക്കെ പതിയെ വാങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതായത് ഇപ്പോൾ എൻ്റെ പ്ലാന്റിലൊക്കെ കുറച്ച് സ്പൈക്കൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. നേരത്തെയുള്ള വീഡിയോസിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരു പ്ലാന്റിൽ നിന്നൊരു എങ്ങനെയായാലും 6-7 സ്പൈക്കിൽ കൂടുതൽ കാണാനായിട്ടാണ് സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിലും കുറവാണ് കേട്ടോ. കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് ശ്രദ്ധക്കുറവൊക്കെ വന്നതുകൊണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞല്ലോ, പച്ച ചാണകത്തിൻ്റെ തെളി അതൊന്നും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക് ഒത്തിരി സ്പൈക്കൊക്കെ വന്നിട്ട് ഒരുപാട് പൂക്കളുണ്ടാകുന്നത്. ഇനി അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കണം. കണ്ടില്ലേ, നമ്മൾ ഓരോ ചട്ടിയിൽ നിന്നും പുഴുതെടുത്ത് വെച്ചേക്കുന്ന പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ള. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ചട്ടിയോടെ പുഴുതെടുത്തിട്ട് ഒരു ബേസിനിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്കായിട്ട് പിന്നെ എടുത്ത് വെച്ച് അങ്ങനെ പാക്ക് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ DTDC വഴിയാണ് അയക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് വേണമെന്ന് നമ്മൾ ചിലരങ്ങനെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പ്ലാന്റ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും പിന്നെ പ്ലാന്റ് പോകുന്നത്. അപ്പോൾ ചിലർക്ക് പിന്നെ ഇങ്ങനെ ഫ്ലവറോട് കൂടിയ പ്ലാന്റും ചിലർക്ക് ഇല്ലാത്ത പ്ലാന്റും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റും ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു 2-3 വെറൈറ്റിയൊക്കെ എടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് തന്നെ കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാനായിട്ട് തന്നെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഫ്ലവറുള്ള പ്ലാന്റ് വേണമെന്ന് പറയാൻ അതിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് മെച്ചേർഡ് ആയിട്ടുള്ള സ്യൂഡോ ബൾബുള്ള പ്ലാന്റ് വാങ്ങുന്നതാണ് കൂടുതൽ നല്ലത്. എന്തായാലും ഈ ഫ്ലവറൊക്കെ അങ്ങ് പോവും, നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ അതൊക്കെ അങ്ങ് പോവും. പിന്നെ അതിൻ്റെ സ്പൈക്കിലല്ല അതിൻ്റെ സ്യൂഡോ ബൾബിൽ നിന്ന് പുതിയ തൈകൾ വരുവാണ് ചെയ്യുന്നത്. നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പ്ലാന്റ് ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്യൂഡോ ബൾബിൽ നിന്ന് പുതിയ നല്ല ഹെൽത്തി തൈകളൊക്കെ വന്നിട്ടാണ് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്.
അപ്പോൾ പിന്നെ നമ്മൾ മെച്ചേർഡ് ആയിട്ടുള്ള സ്യൂഡോ ബൾബ് നോക്കി വാങ്ങുന്നതായിരിക്കും കൂടുതലും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ചിലർക്ക് ഇനി പ്ലാന്റ് വേറെ മാറിപ്പോവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഫ്ലവറോട് കൂടി വേണമെന്ന് പറയുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്ലാന്റ് കൊണ്ട് നട്ടതിന് ശേഷം ഒരുപാട് താമസിച്ച് അതൊന്ന് പ്ലാന്റ് പിടിച്ച് വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഫ്ലവറൊക്കെ വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്ലവറുള്ള പ്ലാന്റ് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഫ്ലവറോട് കൂടി വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.